അതിപ്രധാനമായ ഒരു പെരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ പെരുന്നാൾ നമ്മൾ ഒരു ആരാധന വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഒന്ന്, ഈ കലണ്ടറിൽ നമ്മൾ ഈ ആരാധനയുടെ സംവിധാനത്തിൽ നമ്മളുടെ ഒരു കണക്ക് കൂട്ടനുസരിച്ച് ഡിസംബറിൻ്റെ മുൻപേ മാതാവിനോടുള്ള ഈ ഒരു അറിയിപ്പ്, പിന്നെ ശരിക്കും 9 മാസം മുമ്പേ കർത്താവിൻ്റെ ജനനം എന്ന് നമ്മൾ കണക്കൂട്ടുവാണെങ്കിൽ മാർച്ച് 24-25 നമ്മൾ സാധാരണ ഇത് ആഘോഷിക്കാറുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദുഃഖ വെള്ളിയാഴ്ച പോലും ഈ പെരുന്നാൾ വരുന്നുണ്ടെങ്കിൽ അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞിട്ടും മാത്രമാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ പിന്നെ ആഘോഷിക്കുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ ശ്രേഷ്ഠമായ ഒരു പൗരസ്ത്യ സഭയുടെ ആശയമാണ്. ദൈവത്തിന് മനുഷ്യനെ സർവരെയും ശുദ്ധീകരിച്ച് രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ തന്നെയും ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ആ ദൈവത്തിനോട് പരിപൂർണമായിട്ട് മനസ്സും ഹൃദയവും ജീവിതവും സമർപ്പിച്ച് ദൈവഹിതം ആയി ഒന്നാക്കി തീർക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ദൈവശാസ്ത്രത്തിൽ നമ്മൾ സിനർജി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ ദൈവവും മനുഷ്യനും കൂടി സംയോജിക്കുന്നതായിട്ടുള്ള ഒരു നിമിഷമാണ് രക്ഷയെന്ന് പറയുന്നത്. അതുകൊണ്ട് പല വിശുദ്ധന്മാരും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് ലോകത്തെ മുഴുവനും നീ അങ്ങ് രക്ഷിച്ചുകൂടാ? അവിടെയൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന മറുപടി, ഈ വിശുദ്ധന്മാർക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മറുപടി, ഞാൻ ഒരിക്കലും എൻ്റെ സ്വഭാവത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെയും മറികടക്കത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ്. ആദ്യത്തെ ഏദൻ തോട്ടത്തിൽ വെച്ച് സൃഷ്ടിച്ച സ്ത്രീ തന്നിഷ്ടം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം എതിരായിട്ട്, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ മകുടം ചാർത്തുന്ന പുരുഷനും സ്ത്രീയും ദൈവികമായി തീരുമ്പോഴത്തേക്ക് സൃഷ്ടി മുഴുവനെയും രൂപാന്തരപ്പെടുത്തും എന്നുണ്ടായിരിക്കുന്ന കാഴ്ചപ്പാട്, അതിന് തകർച്ച സംഭവിക്കുവാൻ തക്കവണ്ണം സ്ത്രീയും പുരുഷനും ദൈവഹിതം ലംഘിച്ചെങ്കിൽ, ഇതാ സ്ത്രീ തന്നെ ദൈവത്തോട് പറയുന്നു, ദൈവമേ, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. അതുകൊണ്ട് തന്നെ മാതാവിനെ 2ാം ഹവ്വ എന്ന് പല പിതാക്കന്മാരും നാമം കൊടുക്കുന്നത് നമുക്ക് പതിവാണ്. What the importance of this day is that this is the only one of the few feasts in the church, and I think there is the feast of St. John the Baptist also, which is on a similar scale, which is celebrated twice in a year. According to our usual reckoning, December is the time that Jesus is born then. So before that, we celebrate the Annunciation, the angel coming to Saint Mary and declaring that you are going to be the mother of God's Son. And this is celebrated also in March 25, which is approximately about 9 months before December. So therefore, twice in the year liturgical calendar, we celebrate the feast of Saint Mary. That is the importance that the church accords this particular feast. Why is it important? Because humankind is created in the likeness and the image of God. And one of the characteristics of this image and likeness is humankind's free will. You can obey God, you can disobey God. You can follow after God or not decide to follow after God. You can even believe that God doesn't exist. But that is the human free will. ഇല്ലേ, ദൈവം ഇല്ലെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അത്രമാത്രമുള്ള സ്വാതന്ത്ര്യം. And so therefore God says, only when your mind and soul and life is totally committed to me is it possible for human salvation. So salvation means that you, of your full mind and heart and
willingness. You submit your whole life to God and just say, God, fine, you take it. And you make it a blessed life. That is when salvation happens. And that happens here because Saint Mary is doing precisely that. The Garden of Eden, when Eve rebelled against God and humankind, Adam and Eve, fell away from God's plan to transform all of creation. Then what happens here is that here is another woman who says, no, according to your will. And so the fathers of the church are usually in the habit of calling Saint Mary second Eve because of her complete obedience to God. ഇല്ല, ദൈവത്തിൻ്റെ ഒരു ഹിതത്തിന് അതിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എവങ്കേലിയം വായിച്ചത്, the gospel reading, one of the main things that Luke and also Saint Matthew records is that the angel Gabriel comes and greets Saint Mary. അല്ലേ, നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അല്ലേ, സ്വർഗം പുലർന്ന് ഗബ്രിയേൽ മാലാഖ മാതാവിനടുക്കൽ വരുന്നു. അപ്പോൾ നമ്മുടെ പാരമ്പര്യം പറയുന്നത് മാതാവ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാത്രി നമസ്കാരത്തിൽ നമ്മൾക്ക് ഒന്നാം കൗമ വിശുദ്ധ മാതാവിൻ്റെ ആണല്ലോ. ആ സ്ലീവ നമസ്കാരത്തിൻ്റെ രാത്രി നമസ്കാരത്തിൽ അവിടെ നമ്മൾ വോവുസ തുടങ്ങുന്നത് കന്യകമറിയാം പ്രാർത്ഥിക്കുമ്പോൾ ഇറേനെത്തി എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ദേവാലയത്തിൽ ഈ മാതാവും പിതാവും മരിച്ചുപോയതിനു ശേഷം അവർ ദേവാലയത്തിൽ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോഴത്തേക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്, ഈ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാലാഖമാർ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല? Why is it that when Saint Mary prayed, the heavens were opened up and the angel Gabriel came down and greeted her, and yet when we pray, no angel comes, right? You don't see any angels coming down. When you pray, nothing seems to happen. ഇല്ലേ, ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും പ്രാർത്ഥന തട്ടിക്കൂട്ടി അതങ്ങ് തീർത്തിട്ട് നമ്മളുടെ വഴിക്ക് പോവുക. ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലായിരിക്കണം. ഈ മാതാവ് പ്രാർത്ഥിക്കുന്നതിലും നമ്മളുടെ പ്രാർത്ഥനയ്ക്കും ഏതാണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ദൈവത്താൽ ഈ അനുഗ്രഹപ്രദമായിട്ടുള്ള സന്ദേശം ഒന്നും നമുക്ക് കിട്ടാഞ്ഞത്. പരിമല തിരുമലയുടെ ജീവിതത്തിലും നോക്കുമ്പോഴത്തേക്ക് ദൈവ സന്ദേശം വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. മൈലപ്രായിലെ മാത്യൂസ് റമ്പാച്ചനും ഇതുപോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകും. നീ ഇനിയും തുടർന്ന് 30 ദിവസം ഉപവസിച്ചോണം, അല്ലെങ്കിൽ പാല് മാത്രം കുടിക്കണം എന്നൊക്കെയുള്ള ഓരോ സന്ദേശം ദൈവം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു മറുപടിയും കിട്ടുന്നില്ല. There must be something wrong with our prayers, അല്ലേ? That is why we don't seem to receive an answer from God. And I can think of couple of reasons why that is so. ഇല്ലേ, ഒന്ന് ഈ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലേ, എനിക്കിത് താ, അത് താ, ഇത് കിട്ടണം, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇത് ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദീർഘമായ ശൃംഖലയാണ്. അത് വേണം, ഇത് വേണം. ഇല്ലേ, all of our life we seem to be asking God, I want this, I want that. കൊച്ചു പിള്ളേരുടെ പ്രാർത്ഥന പോലെ. നിങ്ങൾ അവരെ ഒരു ബേക്കറി കയറിയാൽ മതി, അവിടം തൊട്ട് ഇവിടം വരെ എല്ലാം വേണം. I want this, I want this, I want this, I want this, I want that, I want that, I want this. ഇല്ലേ, ഇത് ഓളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ നിന്നും പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നമ്മളെ ബാക്കിയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ പറയുന്ന സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. We pray for all of creation, all of others. Forget about yourself and you pray for others. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഞായറാഴ്ച അവസാനമായിട്ട് നിങ്ങൾക്ക് തരുന്ന കൽപ്പനയാണ്, ബലഹീനനായ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നത് അച്ഛന്മാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഈ അച്ഛന് അടുത്ത ശനിയാഴ്ച നമസ്കാരം വരെ എന്ത് സംഭവിക്കുന്നുണ്ടോ, അച്ഛൻ്റെ കുടുംബത്തിനോ ആർക്ക് എന്ത് ഒരു ചിന്തയും നമുക്കുണ്ടോ? Do we really think about this priest who celebrated the holy liturgy for us?
and left you with a command to pray for me always. അപ്പോൾ അച്ഛൻ്റെ കാര്യം പോട്ടെ, തിരുമേനിയുടെ കാര്യം പോട്ടെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? Do you pray for others who are close to you? You see, the whole humankind is connected to God by prayers. Your prayers, it's these prayers that rise to God like incense. And because Saint Mary was a person who prayed for others, God saw that heart, looked at that heart and said, here is a woman who prays for others. It's not a selfish prayer. It is not oriented to the self. It always keeps others. And then, like the prayers of the church, we always pray for all creation. Our dearly departed first Metropolitan of this diocese, Dr. Paulos Mar Grigoris, always insisted, our prayers, our liturgies, our kurbanas are for all of creation. Not only for Orthodox Christians, for Christians, whatever is your creed or your color, we offer this liturgy on behalf of creation. അവിടെയാണ് ഈ പൗരസ്ത്യ സഭയുടെ ശ്രേഷ്ഠത. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഈ സന്ദേശം പോലെ നമുക്കും അനുഭവപ്പെടും എന്ന് യാതൊരു സംശയമില്ല. ബിക്കോസ് ഷീ വാസ് എ വുമൺ ഹൂ ഫോക്കസ്ഡ് ഓൺ ഗോഡ് in her prayers, God rewards her with this great blessing to be the mother of God's begotten son. പരിമല തിരുമേനിയുടെ ജീവിതം ഇത് തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് രാപ്പകൽ തിരുമേനി നമ്മുടെ സേദ്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൗമ പ്രാർത്ഥനകളാലും നോയമ്പാലും ഉപവാസത്താലും ഈ പിതാവ് പ്രാർത്ഥിച്ചു. നമ്മുടെ കൗമ പ്രാർത്ഥന നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ തൊട്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്, സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി, all of creation. And that's how the fathers of the church became blessed in God's sight. രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് to commit your life. That is what Saint Mary says. Here is your handmaid. Now, we think that once Saint Mary had made this acceptance, everything was smooth. That because she was selected and favored by God, that her life would become such a blessed experience. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കണം, എന്തുമാത്രം ക്ലേശമാണ് ഈ ബാലിക അനുഭവിച്ചത്. She was a young girl, not very old. And for her to say that I accept God's will meant the kind of sacrifices, untold sacrifices that she had to make. When you think of the fact that she was only engaged, she had not been married, and God was saying, you're going to be pregnant. And think of what that is in those days. ഒരു കന്യക ഗർഭിണിയായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാതാവ് തലവണക്കി പറയുവാണ്, ദൈവമേ നിന്റെ ഹിതം പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ യഹൂദിയ മര്യാദ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ദാറ്റ് വാസ് ദി ലോ ഓഫ് ജുഡൈസം. എ വുമൺ ഹു വാസ് നോട്ട് മാരീഡ് ആൻഡ് ഫൗണ്ട് ടു ബി പ്രഗ്നന്റ് ഷുഡ് ബി സ്റ്റോൺഡ് ടു ഡെത്ത്. ആൻഡ് ഷീ സെഡ്, ഇഫ് ദാറ്റ് ഈസ് യുവർ വിൽ, ഐ അക്സെപ്റ്റ് ദാറ്റ്. Think about it. And then a whole life is one of sacrifices and difficulties. By the time Jesus Christ is about 30, Joseph has died. And in all probability, she doesn't have house, she doesn't have premises, she doesn't have any money, she has nothing. And she goes after Jesus Christ. And then think of the suffering. She sees her only son dying inch by inch on the cross. ഇല്ലേ, എന്തൊരു ജീവിതം. എന്നിട്ട് ആ കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണുമ്പോഴത്തേക്കും ഈ മാതാവ് പറയുന്നത്, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. Be it to me according to your will. And that is the beauty of the life of Saint Mary. And that's also the secret behind the life of Saint Grigoris of Parimala, whose feast we are celebrating. And so the commitment, the call to each one of us, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കുമോ?
when the priest prays the silent prayers here before the celebration of the Holy Liturgy, public celebration, he takes the bread and he takes the wine and he holds it in his hands and then he prays to God. These are tokens of our life. ജീവിതത്തിൻ്റെ സൂചനകളാണ് നിന്റെ തിരുബലിപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്, that we offer up on your divine altar. ആ സമർപ്പണമില്ലാതെ കുർബാന പൂർത്തിയായിരിക്കുന്നില്ല എന്ന് ഓർത്തുകൊള്ളണം. Without that commitment from each one of you that your life is consecrated to God, our offering becomes hollow. It does not carry the weight of what we are doing. ഈ മാതാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. ദൈവമേ നിന്റെ ഹിതം പോലെ. Can we do that? ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മൾ ഈ പെരുന്നാൾ, 2 പെരുന്നാളുകളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ആക്ച്വലി സെലിബ്രേറ്റിംഗ് 2 feasts, the feast of Saint Mary and the Annunciation, as well as the feast of St. Gregorius of Parmila. Both of them whose lives were consecrated and committed to God. ഇത് രണ്ടും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം, വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം. അതുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്നു ദൈവം. God's blessings be upon you. നമുക്കും അത് കേൾക്കണ്ടേ? Should we also be able to hear that blessing? മകനെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, മകളെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. If you want to hear that blessing, then 2 things. Like them, our prayers must be not self-oriented, but for others. 2, a committed life. ദൈവം അപ്രകാരം നമ്മളെ ആക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുള്ള വാക്കുകളെ ഉപസംഹരിക്കുന്നു.